കുഞ്ഞുങ്ങൾ ഈ പ്രയാസപ്പെടുന്നത് കണ്ടിട്ടാണ് ഞാൻ ഉടൻ തന്നെ ജില്ലാ സെക്രട്ടറിയെ വിളിച്ച് ഇത്രയും ഒന്ന് പറഞ്ഞു. ഇത്തവണ ഒന്ന് ഒഴിവാക്കിയാൽ നല്ലതായിരുന്നു, കുഞ്ഞുങ്ങളൊക്കെ ഒന്ന് വലുതായിക്കോട്ടെ എന്ന്. നമസ്കാരം. വീണ ജോർജിൻ്റെ ഭർത്താവായ ജോർജിൻ്റെ സങ്കടം കണ്ടപ്പോൾ പണ്ടത്തെ പടമായ സ്നേഹസീമയിലെ ഒരു പാട്ടിൻ്റെ വരികൾ ഓർത്തുപോയി. താരാട്ടു പാടുവാൻ അമ്മയുണ്ടല്ലോ, താളം പേടിക്കുവാൻ അച്ഛനുണ്ടല്ലോ. അങ്ങനെ അമ്മയും അച്ഛനും ചാരത്തിരുന്ന് വേണം മക്കളെ ഉറക്കാൻ. അതിനു പകരം മക്കളെ നോക്കാതെ അതിൻ്റെ അമ്മ ലോകത്തിൻ്റെ രക്ഷയ്ക്കായും സമൂഹത്തിൻ്റെ അഭ്യുന്നതിക്കായും പോയാൽ വീട് അലങ്കോലമാകും. ഈ ഒറ്റ വിചാരമേ വീണയുടെ ഭർത്താവ് ജോർജിൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നുള്ളൂ. പിള്ളേരെ നോക്കാൻ ആളില്ല, അതിനാൽ ഭാര്യയെ മത്സരിപ്പിക്കരുതെന്ന് പാവം ഭർത്താവ് പാർട്ടി സെക്രട്ടറിയോട് ഫോണിൽ ആവശ്യപ്പെട്ടു. ആ രഹസ്യം സെക്രട്ടറിയുടെ കാതിലിരിക്കേണ്ടതിന് പകരം മറ്റേ ചെവിയിലൂടെ ഇറങ്ങി മാധ്യമങ്ങളുടെ കാതിലെത്തി. അതോടെ വീണയെ മത്സരിപ്പിക്കരുതെന്ന് ഭർത്താവ് പാർട്ടിയോട് ആവശ്യപ്പെട്ടു. വീട്ടിൽ പൊട്ടിത്തെറി എന്ന മട്ടിൽ മാധ്യമങ്ങൾ വലിയ വാർത്ത നൽകി. വീണയുടെ ദാമ്പത്യത്തിൽ കല്ലുകടി എന്നുവരെ കണ്ണിൽ ചോരയില്ലാത്ത ചാനലുകൾ അടിച്ചുവിട്ടു. ഭർത്താവിന് ഇഷ്ടമില്ലാതെയാണ് ഭാര്യ മത്സരിക്കാൻ വീണ്ടും ഇറങ്ങുന്നത് എന്നറിഞ്ഞതോടെ വീണയെ കാണാനും കേൾക്കാനും ആളില്ലാതായി. കഴുത്തിൽ കോളറും ചുറ്റി പാവം വേദന കടിച്ചമർത്തി PR വർക്കിന് വേണ്ടി BGM ഒക്കെ ഇട്ട് വെറുതെ നടന്നു. രാത്രിയിലെ ഗാനമേളയുടെ രംഗങ്ങൾ കാണിച്ചാണ് അന്തങ്ങൾ ഗ്യാപ്പ് ഫില്ല് ചെയ്തത്. ജോർജിൻ്റെ ഈ സങ്കടം മരംവെട്ടുകാരൻ്റെ ചാനലിലെ ഡോക്ടർ അരുണാണ് കപ്പിൽ കടിച്ചുകൊണ്ട് നമ്മോട് പറയുന്നത്. അമ്മയെ കാണാതെ കുഞ്ഞുങ്ങൾ സങ്കടപ്പെടുന്നു. അവരുടെ സങ്കടം കണ്ടപ്പോഴാണ് ഞാൻ പാർട്ടി സെക്രട്ടറിയെ വിളിച്ചത്. ഇങ്ങനെയാണ് ജോർജ് പറയുന്നത്. നിങ്ങളുടെ ആ കുഞ്ഞുങ്ങൾക്ക് എത്ര പ്രായമുണ്ട് സാർ? അവർ തൊട്ടിലിൽ കിടക്കുന്ന പ്രായത്തിലുള്ളവരോ അതോ കൈക്കുഞ്ഞുങ്ങളോ ആണോ? 10 വർഷങ്ങൾക്ക് മുമ്പ് വീണയെ ജോർജ് നിർബന്ധിച്ച് സ്ഥാനാർത്ഥിയാക്കിയ സമയത്ത് മക്കൾക്ക് എത്ര വയസ്സുണ്ടായിരുന്നു? അന്നാണിത് ജോർജ് പറഞ്ഞതെങ്കിൽ, അന്നാണ് ഈ ആവശ്യം ജോർജ് പാർട്ടിയോട് പറഞ്ഞിരുന്നതെങ്കിൽ മനസ്സിലാക്കാമായിരുന്നു പിള്ളേരുടെയൊക്കെ ഒരു പ്രയാസം. 5 വർഷം മുമ്പ് വീണ മന്ത്രിയായപ്പോഴും ജോർജിന് പിള്ളേരെ ഓർത്ത് സങ്കടം വന്നില്ല. ഇപ്പോഴാ കുട്ടികൾ മുതിർന്ന് സ്വന്തം കാര്യം ചെയ്യാൻ പ്രാപ്തി നേടിയപ്പോഴാണ് ജോർജ് ഈ കള്ളക്കഥയുമായി ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. താങ്കൾ പാർട്ടി സെക്രട്ടറിയോട് പരാതി പറയുന്നതിന് മുമ്പേ ഭാര്യയോടായിരുന്നു അഭിപ്രായം ചോദിക്കേണ്ടിയിരുന്നത്. അത് ചെയ്യാതെ സ്ഥാനാർത്ഥിത്വത്തിന് ഇടങ്കോലിടാൻ ശ്രമിച്ച് സ്വയം നാറി. ഇപ്പോൾ പറയുന്നു പാർട്ടി പറഞ്ഞാൽ അനുസരിക്കുമെന്ന്. പിണറായി പറഞ്ഞു, വീണ അനുസരിച്ചു, അത്രയേ ഉള്ളൂ കാര്യങ്ങൾ. വലിയ ഡെക്കറേഷൻ ഒന്നും ആവശ്യമില്ല. ഇനി അതല്ല, വീണയെ വീട്ടിലിരുത്താനാണ് ജോർജ് ആഗ്രഹിക്കുന്നതെങ്കിൽ ആറന്മുളക്കാർ ആ ആവശ്യം അംഗീകരിച്ച് തരിക തന്നെ ചെയ്യും. വീണയ്ക്ക് കഴുത്തിന് വേദനയാണെങ്കിൽ പാർട്ടിയുടെ മെഡില്ല ഒബ്ലോങ്കേറ്റ നോക്കി തല്ലും ജനം. ആ ആഘാതത്തിൽ വീണയും വീട്ടിലിരിക്കും. ജോർജ് സാർ പറഞ്ഞാൽ പറഞ്ഞതായെന്ന ഞങ്ങൾ കരുതിയത്. ഭർത്താവ് ജോർജ് അല്ല, സാക്ഷാൽ സെൻറ്റ് ജോർജ് വന്ന് പറഞ്ഞാലും പാർട്ടിയെ മറികടക്കാൻ ഒരു ഭർത്താവിനുമാകില്ല. ജോലിയെടുത്തുമടുത്ത ഗോവിന്ദൻ കണ്ടോ ഭാര്യ ശ്യാമളയെ പിൻഗാമിയാക്കിയത്? ഒരു വീടും ഭരണവും തലയിൽ കൊണ്ട് നടന്നിട്ടും ക്ഷീണിക്കാത്ത ഭാര്യയെ വിജയരാഘവൻ വീണ്ടും മത്സരിപ്പിക്കുന്നു. ഒരു കുടുംബത്തിൽ നിന്നും അമ്മാശനും ജാമാതാവും മത്സരിക്കാൻ ഇറങ്ങുന്നു. അപ്പോഴാണ് പിള്ളേരുടെ സങ്കടത്തിൻ്റെ കഥ പറഞ്ഞ് ജോർജ് ഇറങ്ങി വരുന്നത്. കയ്യിൽ നിന്നും കാശ് മുടക്കി മത്സരിക്കാൻ ഇറങ്ങിയാൽ ഉള്ള കാശും കൂടി പോകുമെന്ന് ജോർജിനെന്തോ ഒരു ഭയം വന്നു. കപ്പൽ ആടി ഉലയുകയാണെന്നും ആറന്മുള സത്രക്കടവിൽ അത് മുങ്ങുമെന്നും ഈ ജോർജിനറിയാം. എന്നെ രക്ഷിക്കാൻ പാർട്ടിയുണ്ട് എന്ന വീമ്പ് പറഞ്ഞ വീണയെ രക്ഷിക്കാൻ പാർട്ടിക്കോട്ടയായ കണ്ണൂരിൽ പോലും ആരുമില്ലാത്ത അവസ്ഥയായി. അതാണ് ഭർത്താവിനെ ഭയപ്പെടുത്തിയത്. അമ്മയെ കാണാതെ സങ്കടപ്പെടുന്ന മക്കളെപ്പറ്റി പറയുന്ന ജോർജിനറിയാമോ, മോനെ ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിറങ്ങിപ്പോയ ഒരച്ഛൻ 51 വെട്ടുകൊണ്ട് കൊല്ലപ്പെട്ട കഥ. വീണയുടെ വകുപ്പിൻ്റെ ചുമതലയുള്ള ശിശുക്ഷേമ സമിതിയിൽ നിന്നും പെറ്റതള്ളെ അറിയാതെ ഒരു കുഞ്ഞിനെ കടത്തിക്കൊണ്ടുപോകാൻ സഖാക്കൾ ഒത്താശ ചെയ്തതും ആരും മറന്നിട്ടില്ല. പിന്നീട് സർക്കാർ ആശുപത്രിയിലെ ചികിത്സയിലൂടെ വേദനിച്ച എത്രയോ മനുഷ്യർ. അവരുടെ വീട്ടിലും മക്കളുണ്ട്. വീണ ജോർജ് മലയാളപ്പുഴയിലെ നവീൻ ബാബുവിൻ്റെ വീട്ടിൽ ചെന്ന് വല്ലാതെ ചേർത്ത് പിടിച്ചല്ലോ. പിന്നെ നിങ്ങൾ ആരെങ്കിലും ആ വീട്ടിൽ കയറിയിട്ടുണ്ടോ? അവിടെയുമുണ്ട് 2 പെൺമക്കൾ. ഒരിക്കലും വരാത്ത അച്ഛനെ നോക്കി നെടുവീർപ്പിട്ട് കഴിയുന്നവർ. ജോർജിൻ്റെ വിശദീകരണം അങ്ങോട്ട് യേശുന്നില്ല. പറയുന്നതിനൊന്നും ഒരു ഫ്ലോ ഇല്ല. എന്തൊക്കെയോ തപ്പിത്തടഞ്ഞ് ആരോ നിർബന്ധിച്ച് പറയിപ്പിക്കും പോലെ. പോയി വിശദീകരിച്ചിട്ട് വന്നാൽ മതിയെന്ന് ഭാര്യ തന്നെ ചിലപ്പോൾ നിർബന്ധിച്ച് വിട്ടതായിരിക്കും. കഴിഞ്ഞയാഴ്ച ഏഷ്യാനെറ്റിനെ വെല്ലുവിളിച്ച വീണ ഭർത്താവ് പറഞ്ഞത്, എൻ്റെ മുഖമെല്ലാം എടുത്തു കഴിഞ്ഞോ, എങ്കിൽ പോകട്ടെ എന്നായിരുന്നു. ഒരു പാവം ഭർത്താവ് പാർട്ടി സെക്രട്ടറിയോട് ഒരു രഹസ്യം പറഞ്ഞാൽ അതെങ്ങനെയാണ് ചോരുക? ഒരർത്ഥത്തിൽ വീണയല്ലാതെ ആറന്മുളയിൽ ഒരു സ്ഥാനാർത്ഥിയെപ്പറ്റി ചിന്തിക്കാൻ പോലും ഈ പാർട്ടിക്ക് കഴിയില്ല.
മുഖത്ത് നോക്കിയാൽ മെനയുള്ള ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് പത്തനംതിട്ടയിലുണ്ടോ ഈ പാർട്ടിക്ക്? പാർലമെൻറ്റിലേക്ക് വരെ വീണയെ പരീക്ഷിക്കേണ്ട അവസ്ഥയിൽ അങ്ങനെയാണ് എത്തിയത്. അത്രയേറെ ജനപ്രിയരായ നേതാക്കളാണല്ലോ CPM-ലുള്ളത്. അയ്യപ്പൻ്റെ സ്വർണം കട്ടതിന് 100 ദിവസം തികച്ച് ജയിലിൽ കഴിഞ്ഞ കോപ്പർ പത്മൻ ഇറങ്ങി വന്നിട്ടുണ്ട്. ഈ പത്മനെ ഒന്ന് പരീക്ഷിക്കാമോ സെക്രട്ടറി? വീണ ജോർജിന് പകരം ഭർത്താവ് ജോർജിനെ എന്തുകൊണ്ട് ഒന്ന് പരീക്ഷിച്ചുകൂടാ? മേരൂട്ടിയെപ്പോലെ വീണ ജോർജും വീട്ടിലിരിക്കട്ടെ. എന്നാലും ജോർജെ, 3 KSUക്കാർ കരിങ്കൊടി വീശിയതിനെ നിങ്ങൾ ഇത്രമാത്രം ഭയക്കുന്നത് എന്തിനാണ്? മഹാപ്രതാപിയായ പിണറായി വിജയൻ്റെ മാനസപുത്രിയായ വീണ ജോർജിന് KSUക്കാരെ അത്രയ്ക്ക് ഭയമാണോ? വീണ സ്വീകരിച്ച് വിളിച്ചു കയറ്റിയ കാപ്പ കഞ്ചാവുകളില്ലേ? രക്ഷാപ്രവർത്തകരായി DYFIക്കാരില്ലേ? പാർട്ടിയുടെ കവചമില്ലേ? പോലീസില്ലേ? ഇതൊന്നുമല്ല ജോർജിൻ്റെ പ്രശ്നം. ഭർത്താവ് പറഞ്ഞിട്ടും കേൾക്കാത്ത ഭാര്യ എന്ന ദുഷ്പേര് പാവം വീണ ജോർജിനെ നിങ്ങൾ വാങ്ങിക്കൊടുത്തു. അതുമാത്രമല്ല, ഭാര്യയുടെ കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുന്നത് പാർട്ടിയാണെന്ന അടിപൊളി സിസ്റ്റം ജനങ്ങൾക്ക് മനസ്സിലായി. എന്തായാലും ജോർജ് സാറിന് കാര്യങ്ങളുടെ കിടപ്പ് പിടികിട്ടിയിട്ടുണ്ട്. പൂമാലയിട്ട് കല്യാണം കഴിച്ചു എന്ന് കരുതി ഭാര്യ പൂക്കടക്കാരന് സ്വന്തമാകുമോ? ലാൽസലാം സിനിമയിൽ മുരളി ചോദിക്കുന്നത് ഓർമ്മയില്ലേ? വീണ ജോർജിൻ്റെ കല്യാണത്തിന് പാർട്ടിയാണോ പൂമാല എടുത്തു തന്നത്, അതോ മെത്രാന്മാരും അച്ഛന്മാരുമായിരുന്നോ? അതുകൂടി പറഞ്ഞിട്ട് പോ ജോർജ് സാറേ. പാർട്ടി പറഞ്ഞാൽ അനുസരിക്കും എന്നെങ്കിലും പറയാൻ ജോർജ് വന്നത് വളരെ നന്നായി. ഇനി വീണയുടെ അഭിപ്രായം കൂടി കേൾക്കേണ്ടതുണ്ട്. എല്ലാത്തിനും ഒരു ക്ലാരിറ്റി വേണമല്ലോ.